ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താ വിശേഷം? സുഖമല്ല എല്ലാവർക്കും? നമ്മൾ കുറച്ച് തിരക്കിലാണ്. നമ്മൾ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോവുകയാണ്. മോളെന്താ ചെയ്യുന്നത്? ഫോട്ടോസ് നോക്കുന്നു. അങ്ങനെ ഫോൺ ഓപ്പൺ ആയത് ലോക്ക് പറഞ്ഞേ? അത് ചില സമയം ഓപ്പൺ ആയിട്ടുണ്ടാവും. ചിലപ്പോ എനിക്കിങ്ങനെ കാണിച്ചിരുന്നുണ്ടാവുള്ളൂ ഫോണ്. ഞാൻ ഓളെ ബാക്കിലായിട്ട് ഉള്ള സമയത്തായിരിക്കും ഓളെ തന്നെ ഫോട്ടോസ് കുറച്ച് നോക്കി നിന്നിട്ട് ഇങ്ങനെ ചിരിച്ചു നിക്കലാണ്. ആനന്ദം കണ്ടെത്തല്ലോ അതല്ലേ. അപ്പൊ നമ്മള് എന്റെ വീട്ടിലേക്ക് പോയി വന്നിട്ടാ. കൊറേ നാളായി ഇപ്പൊ അവിടെ പോവാത്തത്. സ്റ്റേ ചെയ്യാണ്ട് ഒന്നാമത് മസിക്ക് വർക്കെല്ലാം വരുന്നോണ്ട് നമുക്ക് അങ്ങനെ അവിടെ നിക്കാൻ ഇപ്പം കുറച്ച് കഴിയലില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ പോകുന്ന സമയത്ത് എന്റെ കൂടെ മർസിയും നസുവും വന്നിട്ട് അങ്ങനെ രാവിലെ പോകും വൈകുന്നേരം തിരിച്ചെടുത്ത് അങ്ങനെ ഉണ്ടായത്. അപ്പൊ ഇപ്പൊ റമദാനിൽ സ്റ്റാർട്ടിങ് ആവാൻ വേണ്ടി പോയത്. അപ്പൊ മർസിക്ക് കുറച്ച് ദിവസത്തേക്ക് ലീവാണ്. വെക്കേഷൻ ഇനിയിപ്പോ റംസാൻ കഴിഞ്ഞിട്ട് ആ ഒരു വർക്കും കാര്യമെല്ലാം ഉണ്ടാവും അല്ലെ. റംസാനൊക്കെ കഴിഞ്ഞാല് ഭയങ്കര ബിസി ഷെഡ്യൂൾ ആയിരിക്കും. കാരണം റംസാൻ കഴിഞ്ഞോണ്ട് തന്നെ എല്ലാരും കല്യാണവും പ്രോഗ്രാമും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ തിരക്കൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ എതിർക്കാണ്ട് പറഞ്ഞ് ഏതായാലും റംസാനിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ദിവസം എതിർക്കാണ്ട് വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ സാധനം റെഡിയാക്കി വെച്ച് വെച്ചിട്ടില്ലേ. ഗൈസ്, ഇതാണ് ലൗലാപ്പിന്റെ 4-in-1 ഹൈ ചെയർ കേട്ടോ. വിത്ത് വീൽസ് ആണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ഒരു 6 മാസം മുതൽ നമ്മുടെ കുട്ടികൾക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. പിന്നെ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ ഇതേപോലത്തെ ഒരു ചെയർ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികളുടെ ബാക്കിൽ നമ്മൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലിരുന്ന് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ കുട്ടിയുടെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിക്കോളും. പിന്നെ ഇത് ഫിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എളുപ്പമാണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ഇതിലെല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 4 രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഈ ഒരു ഹൈ ചെയർ 4 രീതിയിൽ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ഹൈ ചെയർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലെ ബൂസ്റ്റർ ചെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇതേപോലെ ചെയറിന്റെ മേലിൽ വെച്ചിട്ട് കുഷൻ ചെയർ ആക്കിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ആയിട്ട് വരുന്നത് ചെയർ വിത്ത് വീൽസ് ആണ്. ഇതേപോലെ വീൽ കണക്ട് ചെയ്തിട്ടാണ്. ഫസ്റ്റ് നമുക്ക് ഇതേപോലത്തെ ഒരു ഹൈ ചെയർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ട് ഇതിൽ നല്ല കുട്ടികൾ നല്ല കംഫർട്ട് ആയിരിക്കും. പിന്നെ രണ്ടാമത് നമുക്ക് ഇതേപോലെ ഒരു ബൂസ്റ്റർ ചെയർ ആക്കി മാറ്റാം. അപ്പൊ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ലെഗിന്റെ ഈ ഒരു ബട്ടണില്ല ജസ്റ്റ് പ്രസ് ചെയ്ത് തന്നെ നമുക്ക് ഈ ഒരു ലെഗ് ഊരിയെടുക്കാം. പിന്നെ അതിനുശേഷം ഇത് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താ പറയാ നമുക്ക് ആ ഒരു ബൂസ്റ്റർ ചെയറിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് തേർഡ് വൺ ഇതേപോലെ ചെയറിൽ കണക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. ക്വിഷൻ ഹൈ ചെയർ ആക്കി മാറ്റാം. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയറിന്റെ 4 കാലും റിമൂവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ബാക്കിലും അതേപോലെ തന്നെ താഴെയും ബെൽറ്റ് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം റെസ്റ്റോറൻറ്റിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് 4ാമതായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇങ്ങനെയാണ് കേട്ടോ. വിത്ത് വീൽസ് ആണ് ഇത് വരുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ 4 വീലും കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ചെയർ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് 6 month 7 month ഏജ് ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇത് എന്താ പറയുക നല്ലൊരു ഹെൽപ്ഫുൾ തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിൽ മൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ഈ ഒരു സീറ്റ് കവർ നല്ല കുഷൻ ടൈപ്പ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് വാഷ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പറ്റിയതും കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നിച്ച് വരുന്ന ഈ ഫുട്ടറെ നമുക്ക് 3 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു ഫുട്ടറേക്ക് ഒരു കവർ കൂടി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫുട്ട് റെസ്റ്റും കൂടി ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ 3-point ഹാർനസ് ബെൽറ്റ് ആണ് കേട്ടോ വരുന്നത്. നല്ല സേഫ്റ്റി ആണ് ഇതിൽ വരുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങളും ഇതേ ഒരു ഹൈ ചെയർ നോക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുക. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോ ലഗേജ് കുറച്ച് അധികം ഉണ്ട് കേട്ടാ. പിന്നെ നദീർഖാന്റെ ബാഗ് ഓരോ ഇതില്, പിന്നെ എന്റേത് നെസുവിൻ്റെത് ഇവരെ മദർ ബാഗില്, പിന്നെ പിന്നെ സഞ്ചിയിൽ ഇതിട്ടിട്ട് കൊണ്ടുപോകണ്ടല്ലോ. എന്റെ ഒരു കുഞ്ഞി ബാഗ് പോവാലോ. ഈ ഒരു കുഞ്ഞുണ്ട്. ഈ ഒരു കുഞ്ഞി മറ്റേ മോഡേൺ ഡ്രസ് വരുന്നില്ല. വാ നമ്മ പോക്കേ ഉറക്കം വരുന്ന ഉപ്പൂപ്പാന്റെ അടുത്ത് പോക്കേ വാ. ഇന്ന് രാവിലെ ഉറക്കില് 8 മണി 7:30 എണീച്ച്. എന്നിട്ട് 8 മണി വരെ പാപ്പാന്റെ അടുത്ത് പോയിട്ട് കിടന്നു. എന്നിട്ട് ഉറക്കില് സ്വപ്നേറ്റം കണ്ടിരുന്നു കളിക്കുന്ന കത്രിക വേണമെന്ന് പറഞ്ഞിട്ട്. വീട്ടില് കത്രിക മുടി മുറിക്കാനല്ല കത്രിക.
അത് കളിക്കുന്ന കത്തിരിയല്ല പ്ലാസ്റ്റിക്കിന്റെ. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാ വരുന്നത്. നമ്മ പോട്ടെ ഉപ്പാപ്പാന്നറിയും. അതെന്താ സ്കൂളിൽ എന്താ ഉള്ളത്? വെറുതെ വരുന്നേ. ഇതിന് സൂര്യ അങ്ങനെ കൊണ്ടുവന്നതാണ്. നിങ്ങ വരുമ്പോ കൊണ്ടുവന്നല്ലേ ഉമ്മ എതിർക്കാ ഉമ്മാനോട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് ഓളനുണ്ട് സലാനും മടക്കത് വാലേക്കും അസ്സലാം. ഇങ്ങനത്തെ എടുത്തു വെക്കുന്നേ. നമ്മള് വർക്കിനെല്ലാം പോകുന്നോണ്ട് ആദ്യം വീക്കിലി എല്ലാം നമ്മ ക്ലീൻ ചെയ്യുന്നേന്. ഇപ്പൊ വർക്ക് ഒന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റലില്ല. ആ ഓക്കെ. എന്തെടുക്കാറീ ഇത് ഡിക്കിയിൽ നമ്മള് സാധനം വെക്കുന്നില്ലേ? അത് ഡിക്കിയിലല്ല കയറണ്ടേ, വാ മുന്നിലല്ലേ കയറണ്ടേ. ബാഗിലെടുത്താ അത് മുന്നിൽ വെച്ചോ. ഇതില് അതെ എവിടെയും വെച്ചോ. നിന്റെ ബാഗ് ബാക്കിലല്ല, ആവശ്യമില്ലതാ. നാളത്തേക്കൊന്നും വരണ്ട. നാളത്തേക്ക് വരണ്ടേ നെസു ചോദിക്കുന്ന. നാളത്തേക്ക് വരണ്ടേ. ഇതാ കേറ് കേറ്. ഇതിർക്ക് അങ്ങനെ ഷോപ്പില് കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടില്ല കേട്ടാ. സ്ട്രോബെറിയാ സ്ട്രോബെറിയാ നിങ്ങൾ ചോദിച്ച പോലെ ഈ സ്ട്രോബെറി വേണോ ആ സ്ട്രോബെറി വേണോ? ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി. കഴിക്കലുണ്ടോ ഇപ്പൊ? കഴിക്കല് നമ്മള് വാങ്ങിച്ചത് കഴിക്കണത്ര. ഇപ്പൊ സീസൺ ആണ് ഇതിന്റെ. സീസൺ ഫ്രൂട്ട്സ് നല്ലതാണ്. ആ സീസണൽ ഫ്രൂട്ട്സ് ഇപ്പൊ കുട്ടികൾക്ക് നല്ല വലിയക്കായാലും കഴിക്കല് നല്ലതാണ്. വീട്ടിലേക്ക് പോവാ. സമയം കുറെ നമ്മളെ അവിടെ ഫുഡെല്ലാം എടുത്ത് വെച്ചിട്ട് ഉമ്മ കാത്തിക്കുന്നുണ്ട്. വിളിച്ചില്ലേ ഉപ്പുമ്മ. ഗൈസ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു. ഓക്കെ ഇറങ്ങിക്കോ. ഉപ്പാനോട് ഉമ്മാനോട് അസ്സലാമു അലൈക്കും പറയണേ. ഉപ്പ പള്ളി പോയിട്ടുണ്ടാവൂലേ? എന്താന്ന് രണ്ടാ ശനി പള്ളി പോവില്ലേ? ആരാ നോക്കിപ്പോ ബെല്ലോട് കളി തന്നെ. അതൊക്കെ സ്ട്രോബെറി സ്ട്രോബെറി നട്ടിട്ടുണ്ട് പോലും. ആ ഇനിയിപ്പൊ നമുക്ക് അവിടുന്ന് പറിക്കാലല്ലേ. പണ്ട് സ്ട്രോബെറി നട്ടിട്ട് ആയിട്ടുണ്ടായില്ല തോന്നല്ലേ. ഇതാകുവോ? കഴിച്ചോക്ക്. ഇതിപ്പോ ഇതിന്റെ സീസണാന്ന് തോന്നുന്നു. ബാ ഫുഡ് കഴിക്കാലോ. കഴുകണോ? പൊട്ടിച്ചോക്കാനല്ലേ. അങ്ങനല്ല, അതും നടക്കണ്ട, അതും നടക്കണ്ട. അതാക്കണ്ട അതെന്തിനാ കഴിയുന്നതല്ലേ. നമ്മള് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മള് നേരെ തന്നെ എന്റെ ഇത്താത്തന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്റെ മൂത്തമ്മയുടെ ഒരു മോളെ വീടുണ്ട് കുറച്ചങ്ങോട്ട്. ഒരു അതിന്റെ അടുത്താ നമ്മള് മുമ്പ് പോയിട്ട്. നമ്മള് മറ്റേ ഈദിന്റെ സമയത്തെല്ലാം പോയിട്ടുള്ള വീഡിയോസ് എല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. കാരണം പോകാനുള്ള കാരണം വെച്ചാൽ കുറെ അവിടെ പോവാത്തത്, മർസീനും കൂട്ടിട്ട് അവിടെ പോവാത്തത് കുറേ ആയി. അപ്പൊ ഞാൻ അവിടത്തേക്ക് പോയി. പിന്നെ അവിടെ നദീറയും അതുപോലത്തെ കെൻസ ബത്തൂലും ഉണ്ടായിട്ടാ. നദീറ എന്ന് പറയുമ്പോ നദീർക്കാന്റെ അനിയന്റെ വൈഫും മോളും ഉണ്ടായിന്. അവര് 2-3 ദിവസമായിട്ടാ അവിടെ. അപ്പൊ പിന്നെ ജസ്റ്റ് ഒന്ന് അവിടെ പോയി എല്ലാരും കൂടി ഒന്ന് ചില്ല് ചെയ്യാനാണ് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാട്ടാ. ഇതിപ്പോ എടുത്ത് വെച്ച പരിപാടിയാണ്. ലിപ്സ്റ്റിക് ഇട്ടിട്ട്. ലിപ്സ്റ്റിക് അല്ല, അത് ലിപ് ബാമാണ്.
അത് നോക്കാനാ എത്തി നോക്കിയാ നോക്കുന്ന ക്യാമറയില്. അപ്പൊ റെഡ് കളർ അടിച്ച് ലിബാം റെഡ് എടുക്കാം. ആ റെഡ് ലിബാം വന്നു, അതൊന്നും ഇങ്ങനെ ആ ഒരു കളറിൽ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഉപ്പാന്റെ ഉമ്മാന്റെ ഒന്നിച്ച് തന്നെ കേട്ടാ ബാക്കിലേ പോയിട്ട് അവരെ ഇടങ്ങാറാക്കലാണ് ഇങ്ങനെ. ഉപ്പാപ്പാന്റെ ബാക്കിൽ തന്നെ, ഉപ്പാപ്പ ചെടിക്ക് വെള്ളയിക്കുമ്പോ ഉപ്പാപ്പാന്റെ ബാക്കില് ഞാനും. സ്ട്രോബെറിന്റെ ചെടി കാണിച്ചതിനാ? സ്ട്രോബെറിന്റെ ചെടി കാണിച്ചതിനാ ഉപ്പാപ്പ? സപ്പോർട്ടന്റെ എല്ലാം കാണിച്ചു തന്നില്ലേ? സപ്പോർട്ടിന് കാണിച്ചതിന്? സ്ട്രോബെറിനെ കാണിച്ചു തന്നിട്ടില്ല? കാണിച്ചതിനാ? വേറെന്താ കാണിച്ചത്? വേറൊന്നും കാണിച്ചതില്ല. മീനെ കാണിച്ചു, ഫിഷിനെ കാണിച്ചതിനാ? കാണിച്ചതിനാ? എല്ലാം കണ്ടു തന്നിട്ട് ആകെ സ്ട്രോബെറി ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പൊ സ്ട്രോബെറി എവിടെ കണ്ടാലും വേണമെന്ന് പറയും. ഫസ്റ്റ് നമ്മൾ എവിടുന്ന് വാങ്ങിക്കൊടുത്തത്? കോഴിക്കോട് മാളിന്നല്ലേ, അവിടെ നിന്നാണ് സ്ട്രോബെറി വാങ്ങിക്കൊടുത്തത്. ഇപ്പൊ അതിന്റെ സീസണാ വന്നത്, എവിടെ പോകുമ്പോ ആ സാധനം കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ ബൈ.